പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു ദിവസം കൂടെ, ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വേദ പഠന പരമ്പരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ലോകത്തിൻ്റെ സകല ലോകത്തിൻ്റെയും രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗം എന്താണ് എന്നുള്ളതാണ്. അവൻ സകല ജനവും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ക്രമീകരണത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അബ്രഹാമ്യ സന്തതിയിൽ കൂടെയാണ് ഈ രക്ഷ ദൈവം നടപ്പാക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഈ രക്ഷാകര പദ്ധതി ലോകത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ്. ആ അബ്രഹാമ്യ സന്തതി ആരാണ്? അതിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ആ സന്തതിയുടെ ഗണത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏത് കാലത്താണ്, എങ്ങനെയാണ്? അതിനുശേഷം പുനരുത്ഥാനം. സകല മനുഷ്യരെയും രക്ഷയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്ന് ബഹുകോടികളും മരിച്ചു മൺമറഞ്ഞ് മരണത്തിൻ്റെ ഇല്ലായ്മയുടെ അവസ്ഥയിലാണ്. അപ്പൊ മരണമെന്ന് പറയുന്നത് അതില്ലായ്മയുടെ അവസ്ഥയാണ് എന്നുള്ള ആ വലിയ സത്യം നാം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വേദസത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നുള്ളതല്ലാതെ മരണം നമ്മെ മറ്റൊരു ലോകത്ത് ജീവൻ നൽകുന്നതാണ്, മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് വിശ്വസിച്ചാൽ പുനരുത്ഥാനത്തിന് അർത്ഥമില്ല. പുനരുത്ഥാനം വഴി ലോകത്തെ ജീവനിലേക്ക് നയിക്കുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഇന്ന് അവർ അനേകരും കഴിയുന്നത് ഇന്നത്തെ വിശ്വാസമനുസരിച്ച് സ്വർഗത്തിൽ കഴിയുന്നവരാണ്. അവരെ വീണ്ടും പുനരുത്ഥാനം വഴി ശരീരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് വീണ്ടും എന്ത് രക്ഷ നൽകാനാ? അവർ ഇപ്പൊ തന്നെ രക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ കഴിയുന്നവരാ. പിന്നെ അവർക്ക് വേണ്ടി എന്ത് രക്ഷയാണ് ഒരുക്കുന്നത്? പിന്നെ അവർക്ക് എന്തിനാണ് പുനരുത്ഥാനം? അതുപോലെ തന്നെ നിത്യകാലം ഒരു നിത്യദണ്ഡനത്തിന് വിധിക്കപ്പെട്ട് നരകത്തിൽ കഴിയുന്ന, അഗ്നികുണ്ഡത്തിൽ കഴിയുന്നവരെ തിരികെ കൊണ്ടുവന്നിട്ട് ഈ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അപ്പൊ അവരെയും രക്ഷയിലേക്ക് നടത്തണമെങ്കിൽ അവർക്ക് ആ ശിക്ഷയിൽ നിന്നൊരു മോചനം കൊടുക്കണ്ടേ? ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, രക്ഷയ്ക്ക് രണ്ട് പടികളാണുള്ളത്: തിരഞ്ഞെടുപ്പിൻ രക്ഷ, സൗജന്യ രക്ഷ. ഈ തിരഞ്ഞെടുപ്പിൻ രക്ഷയിലേക്ക് വരുന്നവരാണ് ഈ പറഞ്ഞ അബ്രഹാമ്യ സന്തതി എന്ന് പറയുന്നത്. സൗജന്യ രക്ഷയിലേക്ക് വരുന്നതാണ് ഇന്ന് ക്രിസ്തുവിനെ അറിയുവാൻ അവസരം കിട്ടാതെ ലോകത്തിൽ നിന്നും മൺമറഞ്ഞു പോയിരിക്കുന്ന ജനകോടികൾ. അവരാണ് സൗജന്യ രക്ഷയ്ക്ക് പാത്രമാകുന്നത്. ഇനി ഇവരെ എങ്ങനെയാണ് ഇവർ രക്ഷയ്ക്ക് യോഗ്യരാകുന്നത് എന്നുള്ളത്, അതാണ് പറയുന്നത്. ഒരു ന്യായവിധി ദിവസം എന്നാ പറയുന്നത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവരൊരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പൊ ആ ദിവസം എന്ന് പറയുന്നത് കേവലം 24 മണിക്കൂറിന്റെ ഒരു ദിവസമല്ല, അത് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സുദീർഘമായ കാലഘട്ടമാണ്. അതിന് സഹസ്രാബ്ദ യുഗമെന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഈ ഒരു ലക്ഷ്യത്തിലാ. സകല മാനവരാശിയെയും ജീവനിലേക്ക് കൊണ്ടുവരണം. ആ ലക്ഷ്യത്തിലാണ് ക്രിസ്തു മടങ്ങി വരുന്നത്. അല്ലാതെ ഏതാനും വ്യക്തികളെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, തന്നോടൊപ്പം അവിടെ അധിവസിക്കുവാൻ വേണ്ടി അവരെ ഇവിടെ നിന്നും മാറ്റുക, അതിനുശേഷം ഈ ഭൂമി ചുട്ട് ചാമ്പലാക്കുക, അങ്ങനെ ഒരു ലക്ഷ്യത്തിലല്ല ക്രിസ്തു മടങ്ങി വരുന്നത്. സകല മാനവരാശിക്കും പ്രത്യാശയുടെ ആ കിരണം വിതച്ചുകൊണ്ടാണ് ക്രിസ്തു ഇവിടെ മടങ്ങി വരുന്നത്. അപ്പോൾ ഇവര് ജീവന് യോഗ്യരാണ് ഈ ആയുസ്സിൽ എന്ന് തീരുമാനിക്കുന്നത് ഒരു ന്യായവിധിയിൽ കൂടെ. അപ്പൊ ന്യായവിധിക്കും രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തു പറഞ്ഞു, കല്ലറകളിലുള്ളവർ എല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും. അപ്പൊ കുറച്ചുപേർ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ജീവന് വേണ്ടിയാണ് എന്നൊരു വിധി പ്രസ്താവിക്കണം. അങ്ങനെ പ്രസ്താവിക്കണമെങ്കിൽ അത് അവർക്കൊരു ന്യായവിധിയിൽ കൂടെ കടന്നുപോയെങ്കിലേ പറ്റുള്ളൂ. ന്യായവിധി എന്നുള്ളത് ഇന്ന് അനേകരും ചിന്തിക്കുന്നത് പോലെ ഒരു ശിക്ഷാ പ്രഖ്യാപനം മാത്രമല്ല. അതല്ല ന്യായവിധി. ന്യായവിധി എന്ന് പറയുന്നത് ന്യായമായ വിധിയാണ്. അവൻ ജീവന് യോഗ്യനാണോ അല്ലയോ എന്ന് കണ്ടെത്തല.
ആ കണ്ടെത്തൽ എങ്ങനെയാ? അവൻ ജീവന്റെ വഴിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണം. ആ ജീവന്റെ വഴി എന്താണെന്ന് അവനെ അറിയിക്കണം. ഇന്ന് ലോകത്ത് ബഹുകോടികൾ ഈ ജീവന്റെ വഴി എന്താണെന്ന് അറിയാത്തവരായി അന്ധകാരത്തിൽ കഴിയുന്നവരാ. അപ്പൊ അവരെ ജീവന്റെ പ്രകാശത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പം ഈ ഇങ്ങനെ ഒരു വിഭാഗം നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കണം. അപ്പോൾ അവരുടെ ന്യായവിധി ഈ ആയുസ്സിൽ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിൽ കുറച്ചുപേർ എന്ത് ചെയ്യുന്നു? ജീവന് യോഗ്യരാണ് എന്ന് ദൈവം കണ്ടെത്തുന്നു. എന്നാൽ അവർക്കുള്ള അങ്ങനെ ജീവന് യോഗ്യര അല്ലാതെ ആകുന്നവരുണ്ട്, അയോഗ്യരായി തീരുന്നവരുണ്ട്. ഈ ജീവന്റെ വചനം കേട്ടതിന് ശേഷം അതിന് ആ ജീവനിൽ തുടരുവാൻ, നിത്യജീവൻ അവകാശമായി ലഭിക്കുവാൻ യോഗ്യതയില്ലാത്ത വിഭാഗങ്ങളുണ്ട്, അപ്പൊ വ്യക്തികളുണ്ട്. അപ്പൊ അവർക്കുള്ള ശിക്ഷ എന്താ? അപ്പൊ ന്യായവിധിയുടെ പര്യസമാപ്തി എന്ന് പറയുന്നത് തീർച്ചയായും അവൻ ജീവന് യോഗ്യനാണോ ഇല്ലയോ. അവൻ ജീവന് യോഗ്യനല്ല എങ്കിൽ പിന്നെ അവനുള്ള അനുഭവം എന്താണ് എന്നുള്ളതാണ് നാം കാണുന്നത്. അത് ന്യായവിധിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? നാം എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം: സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ഇതാണ് ഞാൻ പറഞ്ഞ ന്യായവിധി എന്ന് പറയുന്നത്. ഈ സത്യത്തിന്റെ പരിജ്ഞാനം ജനങ്ങളെ അറിയിക്കണം. എന്താണ് സത്യം എന്നുള്ളത്, ജീവന്റെ വഴി എന്താണെന്നുള്ളത് അവരെ അറിയിക്കണം. അപ്പൊ അങ്ങനെ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എന്ത് ചെയ്യുന്നവർ? അവൻ വീണ്ടും പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. കാരണം പാപത്തിന് വേണ്ടി ഒരൊറ്റ യാഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നടത്തിയ ആ ബലിയാണ്. അത് സകല ലോകത്തിന്റെയും പാപത്തിന് പരിഹാരമാണ്. അപ്പൊ ഈ ആയുസിൽ ആ ബലി തന്റെ പാപത്തിന് പരിഹാരമാണെന്ന് കണ്ട് വിശ്വസിച്ച് അവനെ രക്ഷിതാവായി സ്വീകരിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുന്നവർ, അവർക്ക് വേണ്ടി ഇനി ഒരു യാഗവുമില്ല, ഒരു ക്രിസ്തുവും ഇനി അവന് വേണ്ടി ക്രൂശിക്കപ്പെടുവാനില്ല. ഇത് തന്നെയാണ് ദൈവം കണ്ടെത്തിയൊരു വഴി. അതാണ് ആദാമിൽ കൂടെ സകലരെയും പരിശോധിക്കുക, വ്യക്തിപരമായി പരിശോധിക്കാൻ ആയിരുന്നില്ല. എന്നാൽ അതാണ് ജഡ്ജ്മെന്റ്, ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് കൊണ്ട് കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഉള്ള ജഡ്ജ്മെന്റും. അപ്പൊ ഈ ആയുസിൽ ഈ ന്യായവിധിക്ക് വിധേയരാകുന്നവർ ഒരു വ്യക്തിപരമായ പരിശോധനയ്ക്കാണ് അവർ വിധേയരാകുന്നത്. കാരണം അവർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നവരാ. അവർ പാപം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തിപരമായി പരിശോധിക്കുന്നതാണ്. അങ്ങനെ വ്യക്തിപരമായ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ അവരെ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അവരെ ജീവനിൽ നിന്നും അവരെ ഛേദിക്കും, തുടച്ചുകളയും ജീവനിൽ നിന്നും. വീണ്ടും ഇവിടെ പറയാം, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്കു പാത്രമാകും എന്ന് വിചാരിപ്പീൻ. ഇപ്പൊ മോശയുടെ ന്യായപ്രമാണം തള്ളിക്കളഞ്ഞവൻ അവനെ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നു. എങ്കിൽ ഈ രക്ഷകനെ, ക്രിസ്തു എന്ന രക്ഷകനെ തള്ളിക്കളയുന്നവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ മോശയുടെ ന്യായപ്രമാണം ലംഘിച്ചവരെ മരണശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിൽ ആ മരണത്തിൽ നിന്നും അവർക്കൊരു മോചനമുണ്ട്. അതിനെയാണ് 1-ാം മരണം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ നിയമരക്തത്തെ മലിനമെന്ന് തള്ളിക്കളയുന്നവരുടെ അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് കഠിനമേറിയ ശിക്ഷയാ. എന്ന് പറഞ്ഞാൽ ഇനി മോചനമില്ലാത്ത ഒരു മരണം, എന്നേക്കുമായി നിത്യമായി അവനെ ജീവനിൽ നിന്നും ഛേദിക്കുക. അതാണ് 2-ാം മരണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ ജീവനിൽ നിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടും. അതാണ് നാം കാണുന്നത്. അപ്പൊ ന്യായവിധിയുടെ ഫലമായി
അവനെ ജീവന് യോഗ്യനാണെങ്കിൽ തീർച്ചയായും അവൻ നിത്യജീവന് അർഹതയുള്ളവനായി അവൻ പുനരുത്ഥാനം പ്രാപിക്കും. വീണ്ടും എബ്രായ ലേഖനം പറയുക 6-ാം അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യം, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളകയത്രേ അതിന്റെ അവസാനം. അപ്പൊ അതിനെ ചുട്ടുകളയ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി നശിപ്പിക്കുക. തീയുടെ ഉത്തരവാദിത്വം തീയുടെ ജോലിയത. ആ തീയിൽ ഇടുന്ന വസ്തുക്കളെ സംരക്ഷിക്കുകയല്ല, എക്കാലവും അതിനെ കത്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയല്ല, അതിനെ എന്നേക്കുമായി ചുട്ട് ചാമ്പലാക്കി കളയുക. തീയുടെ ഉത്തരവാദിത്വം, തീയുടെ കടമേതാ, തീ ചെയ്യുന്ന പ്രവൃത്തിയതാ. അപ്പൊ അങ്ങനെയുള്ളവരെ ആരാ? ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ഇവരെ കുറിച്ച് പറയുന്നു, ഈ തിരഞ്ഞെടുപ്പ് രക്ഷയിലേക്ക് വരുന്നവർ, അതായത് അബ്രഹാമിന്റെ സന്തതിയാകുവാൻ, ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ള അബ്രഹാമ്യ സന്തതിയാകുവാൻ, ദൈവരാജ്യത്തിന്റെ, ക്രിസ്തുവിന്റെ ആ അധികാരത്തിന് കീഴിലുള്ള ദൈവരാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പങ്കാളികളാകുവാൻ വിളിക്കപ്പെടുന്നവർ, അവർ ഈ ആയുസ്സിൽ തങ്ങൾക്ക് ലഭിച്ച ആ കൃപയുടെ ആത്മാവിനെ തള്ളിക്കളയുന്നുവെങ്കിൽ അവർക്ക് വീണ്ടും ഒരു മരണം, 2-ാം മരണം, അതുവഴി അവരെ ജീവനിൽ നിന്നും ഛേദിച്ചു കളയുക. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. വീണ്ടും പത്രോസിന്റെ ലേഖനം 2 പത്രോസിന്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാ പറയുന്നത്, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു. നോക്കുക, എന്താണ് പറഞ്ഞ? കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ഇത് ഞാൻ ന്യായവിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ വസ്തുതകൾ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമായത്, അതിന്റെ തെളിവായത്. എന്താ ന്യായവിധി എന്ന് പറഞ്ഞാൽ? ആദ്യം സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് കൊടുക്കണം. സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തിയ ശേഷം അതില്ലാതെ ഇന്ന് ക്രിസ്തുവിനെ അറിയാൻ അവസരം ലഭിക്കാത്ത സകല മാനവരാശിയെയും അവരെ നിത്യനാശത്തിലേക്ക് വിടുന്നു എന്ന് പറയുന്നത് അവിടെ അത് നീതിപൂർവമല്ല, നീതിയുക്തമല്ല, ദൈവ സ്വഭാവത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് ന്യായവിധി എന്ന് പറയുന്നത് അത് ആ പരിശോധനയുടെ കാലം തീരുമ്പോൾ അവൻ എന്തിന് യോഗ്യനാണ് എന്നുള്ളത് കണ്ടെത്തി അവൻ ജീവന് യോഗ്യനാണെങ്കിൽ അവൻ നിത്യജീവൻ അർഹനായി കല്ലറകളിൽ നിന്നും പുറത്തു വരും എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന നാളിൽ കല്ലറകൾ ഉള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കും അവന്റെ മടങ്ങി വരവിങ്കൽ. അപ്പൊ അത് കല്ലറകൾ ഉള്ളവർ ജീവനോടെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കേൾക്കുന്നതെന്നാ? ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. വരിക എന്നുള്ള ശബ്ദം അത് ദൈവത്തിന്റെ അധികാരത്തെ കാണിക്കുന്നത്. അവിടെ കല്ലറകളിൽ അടക്കപ്പെട്ടവർ അവർ പുറത്തു വരിക എന്നുള്ളത് ക്രിസ്തുവിന്റെ ശബ്ദമാണ്, അധികാരത്തിന്റെ സ്വരമാണത്. മരണത്തിന്റെ ആ മരണബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് ജീവനിലേക്ക് കടന്നു വരുവാൻ ക്രിസ്തു അവരെ വിളിക്കുകയാണ്. അപ്പൊ അവർ ജീവൻ പ്രാപിച്ച് മടങ്ങി വരുന്നു. ഇതാണ് നമുക്ക് ഈ ന്യായവിധിയുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഗണങ്ങളുടെ ന്യായവിധിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത നാം പറഞ്ഞു പൊതുലോകത്തിന്റെ ന്യായവിധിയാ. ആ പൊതുലോകം എത്ര കാലം അവര് ജീവന് യോഗ്യരാണോ അല്ലയോ എന്നുള്ളത് അവരെ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ അവരതിന് എത്ര കാലം കൊണ്ടാ? അതിനാണ് 1000 വർഷം അവർക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ചുരുങ്ങിയ കാലമല്ല. പക്ഷെ ഈ 2 പരിശോധനകൾക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവരുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇന്ന്
അബ്രഹാമി സന്തതിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പരിശോധന നടക്കുന്നത് ഈ ദുഷ്ടലോകത്തിലാണ്. അവർക്ക് ചുറ്റും ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ നമുക്ക് ചുറ്റും തിന്മയുടെ വലിയ ഒരു വേലിക്കെട്ട് അല്ലെങ്കിൽ ഒരു തിന്മയുടെ ഒരു വലിയൊരു സാഹചര്യത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അനീതിയുടെ, അക്രമത്തിന്റെ ഒക്കെ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ക്രിസ്തുവിനെ അനുസരിക്കണം, ക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിക്കണം എന്ന് വിചാരിക്കുന്നവരെ പോലും അതിൽ നിന്നും വഴിതെറ്റിക്കുന്ന വലിയ ഈ ലോകം പ്രാപഞ്ചിക മോഹങ്ങളുടെ ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്. എന്നാൽ വരുവാനിരിക്കുന്ന തലമുറ അല്ലെങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ, ലോകം എന്ന് പറയുന്ന ഇന്ന് ക്രിസ്തുവിനെ അറിയുവാൻ അവസരം കിട്ടാതെ നിത്യജീവന്റെ ആ വചനം ശ്രവിക്കുവാൻ വേണ്ടി കല്ലറകളിൽ നിന്നും പുറത്തു വരുന്നവർ, അതാ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിയിൽ കൂടിയുള്ള പുനരുത്ഥാനത്തിനായും കല്ലറകളിൽ നിന്നും പുറത്തു വരും. അവർ കല്ലറകളിൽ നിന്നും പുറത്തു വരുന്നത് എന്തിനു വേണ്ടിയാ? അത് ആ പുറത്തുവരവ് പൂർണ്ണമായ അർത്ഥത്തിൽ പുനരുത്ഥാനം ആകുന്നില്ല. അവരുടെ ആ കല്ലറകളിൽ നിന്നുമുള്ള ജീവനിലേക്കുള്ള വരവ് അത് പൂർണ്ണമായ അർത്ഥത്തിൽ പുനരുത്ഥാനം ആകണമെങ്കിൽ അവർ നിത്യജീവന് യോഗ്യരാണ് എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോഴാണ് അവരുടെ പുനരുത്ഥാനം പൂർണ്ണമാകുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ പുറത്തു വരികയാ. അപ്പൊ അന്നത്തെ കാലം എങ്ങനെയാ എന്നുള്ളതാ നമുക്ക് യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം. 35-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. നമുക്ക് ഈ കാലത്തെയും വരാനിരിക്കുന്ന യുഗത്തിലെയും ഒരു വ്യത്യാസമോടെയാണ്. ഈ കാലത്തിൽ ക്രിസ്തു പറഞ്ഞു 2 വഴികളാ പറഞ്ഞത്. ഒന്ന് ജീവനിലേക്കുള്ള വഴി, അത് ഇടുങ്ങിയ വഴിയാ. എന്നാൽ നാശത്തിലേക്കുള്ള വഴി വളരെ വിശാലമാണ്, വിസ്തൃതമാണ്. എന്നാൽ ഈ അടുത്ത യുഗത്തിൽ പൊതുലോകത്തിന് ന്യായവിധി നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു വഴി ഉണ്ടാകും. ആ വഴിയുടെ പേര് വിശുദ്ധ വഴി അഥവാ എന്നാണ്, എന്താ, ഹൈവേ ഓഫ് ഹോളിനെസ് എന്ന, വിശുദ്ധിയുടെ പെരുവഴി എന്ന. എന്തുകൊണ്ടാണ് ഇതൊരു ഹൈവേ ഓഫ് ഹോളിനെസ്? നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഹൈവേകൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. നമ്മുടെ കേരളത്തിൽ ഉടനീളം വലിയ ഹൈവേകൾ, 6 വരി 10 വരി പാതകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? ഇവിടെ ഗതാഗതം, അത് വാഹനത്തിന്റെ സംഖ്യ വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെ ഒരു ചെറിയ പാത കൊണ്ട് വണ്ടികൾക്ക് ഓടാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് വാഹനത്തിന്റെ സംഖ്യ വർദ്ധിച്ചതനുസരിച്ച് അതിന് പോകാനുള്ള വഴിയുടെ വിസ്താരവും വർദ്ധിക്കണം, വളരണം. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ലോകത്തിന്റെ ന്യായവിധി നടക്കുന്ന ആ നാളുകളിൽ ആ ന്യായവിധിയിലേക്ക് വരുന്ന ജനകോടികളുണ്ട്. അവർക്കെല്ലാം സഞ്ചരിക്കുവാൻ ഇടുങ്ങിയ വഴി പോരാ, അവർക്ക് സഞ്ചരിക്കുവാൻ ഒരു ഹൈവേ വേണം, ഒരു പെരുവഴി വേണം. അപ്പം പറയുക, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്നു പേരാകും, ഒരശുദ്ധനും അതിൽ കൂടെ കടന്നു പോകയില്ല. ആ പരിഭാഷ ശരിയല്ല. ഒരു അശുദ്ധനും തന്റെ യാത്ര പൂർത്തിയാക്കുകയില്ല എന്ന. ആ വഴിയെ സഞ്ചരിക്കുമ്പോഴുള്ള ഗതാഗത നിയമങ്ങൾ, ആ വഴിയെ സഞ്ചരിക്കാനുള്ള ആ പ്രമാണങ്ങൾ പാലിക്കാത്ത ഒരുത്തനും അവന്റെ യാത്ര ആ വഴിയുടെ അവസാനം വരെ ആ യാത്ര തുടരാൻ സാധിക്കുകയില്ല. ഇടയ്ക്ക് വെച്ച് അവന്റെ യാത്ര തടസ്സപ്പെടും, അവനെ ആ യാത്രയിൽ നിന്നും മാറ്റി നിർത്തും. അതാണ് കാണുന്നത്. അപ്പൊ ഒരു അശുദ്ധനും അവിടെ അവന്റെ യാത്ര പൂർത്തിയാക്കയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. ആര്? ദൈവം അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ, ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകയില്ല. നോക്കുക, അന്നത്തെ സാഹചര്യം. ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. സിംഹം നമ്മൾ ഇന്നുള്ള സിംഹം എന്നുള്ള അക്ഷരീകമായ അർത്ഥത്തിലല്ല, ദുഷ്ടമൃഗം എന്നുള്ളതും അക്ഷരീകമായ അർത്ഥത്തിലല്ല. ഇതൊക്കെ ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതാ. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ. ആരാണ് വീണ്ടെടുക്കപ്പെട്ടവർ? ഈ പൊതുലോകത്തെ മുഴുവൻ ക്രിസ്തു വീണ്ടെടുത്തതാ, അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാ. അവർക്ക് ജീവനിലെത്താനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് ക്രിസ്തുവിന്റെ ഉത്തരവാദിത്വമാണ്, ക്രിസ്തുവിന്റെ ആവശ്യമാണ്. താൻ കൊടുത്ത രക്തത്തിന്റെ വില അത് വൃഥാവായി പോകാൻ പാടില്ല.
അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യും? അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിങ്ങൾ നോക്കുക, അവർ നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ഇങ്ങനൊരു സാഹചര്യം. അപ്പൊ ഈ ന്യായവിധി നടക്കുമ്പോൾ ആ ലോകത്തിന്റെ സാഹചര്യം എന്തായിരിക്കും? അവിടെ ന്യായവിധിയിൽ ഉൾപ്പെടുന്നവർ, പരിശോധിക്കപ്പെടുന്നവർ, അവരുടെ ചുറ്റുപാടും എങ്ങനെയായിരിക്കും? അവരുടെ സാഹചര്യങ്ങൾ എന്തായിരിക്കും? യെശയ്യാ പ്രവചനം തന്നെ 25-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: യഹോവ, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. സൈന്യങ്ങളുടെ യഹോവ, യഹോവയുടെ ഒരു നാമമാ, ഒരു വിശേഷണമാ, സൈന്യങ്ങളുടെ യഹോവ. എന്തുകൊണ്ടാ? ഇവിടുത്തെ ദുഷ്ടശക്തികളെ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അതിന് ദൈവത്തിന് സൈന്യമുണ്ട്. അപ്പൊ അങ്ങനെ ആ ദുഷ്ടശക്തികളെ തോൽപ്പിക്കുന്ന ആ ഒരു പടയോട്ടത്തിൽ ദൈവമാണ് അതിന്റെ കമാൻഡർ, അവനാണ്. അപ്പൊ സൈന്യങ്ങളുടെ യഹോവയാണ്. ആ യഹോവയുടെ പർവ്വതത്തിൽ എന്ത് ചെയ്യും? അവൻ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. അപ്പൊ ഈ പർവ്വതത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യമാണ്. നേരത്തെ ആ ബിംബത്തിന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് വിവരിച്ചപ്പോൾ പറഞ്ഞു, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തിന്റെ കാലിലടിച്ചു. അതിനുശേഷം അത് പതുക്കെ വളർന്നു ഈ ഭൂമി മുഴുവൻ നിറയുന്ന ഒരു പർവ്വതമായി തീർന്നു. അപ്പൊ ഈ പർവ്വതത്തിൽ, ആ പർവ്വതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യമാണ്. അപ്പൊ ആ പർവ്വതത്തിൽ എന്ത് ചെയ്യും? മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. ആർക്കാ? സകല ജാതികൾക്കും, ഒന്നോ രണ്ടോ വ്യക്തികൾക്കല്ല. അപ്പൊ ക്രിസ്തുവിനെ അറിയുവാൻ അവസരം കിട്ടാതെ മരിച്ചു പോയിരിക്കുന്ന മാനവരാശി മുഴുവൻ പുനരുത്ഥാനം വഴി ജീവനിലേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരും. എന്നിട്ടോ അവർക്ക് മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. എന്താ മൃഷ്ടഭോജനം? അപ്പൊ ആഹാരം, സമൃദ്ധിയായ ആഹാരം, മട്ടൂറിയ വീഞ്ഞ്. ആ വീഞ്ഞെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് മുഴുവൻ കലങ്ങിയതാ, മട്ട് നിറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളുടെ ഒരു ദുരുപദേശങ്ങൾ കൊണ്ട് വിഷലിപ്തമായിരിക്കുന്ന ഉപദേശങ്ങളാ നമുക്ക് ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ സഭകളെല്ലാം നൽകുന്നത്. എന്നാൽ സത്യവചനം ജീവനിലെത്താനുള്ള മാർഗം എന്താണ്? നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മ മാർഗങ്ങളാണോ? നമുക്ക് വരുന്ന മാനസികമായ മാറ്റങ്ങൾ, സ്നേഹത്തിന്റെ ആത്മാവിൽ മറ്റുള്ളവരോട് പെരുമാറുവാനും ഇടപെടാനും നിസ്വാർത്ഥമായി ലോകത്ത് ജീവിക്കുവാൻ അവന് കഴിയുന്നുവെങ്കിൽ അത് തീർച്ചയായും അതാണ് അവന് ലഭിക്കുന്ന ഉപദേശങ്ങൾ. മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടുനീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള ഒരു വിരുന്ന് തന്നെ. അപ്പൊ മേധസ് എന്നുള്ളത് സ്നേഹത്തിന്റെ പ്രതീകമാണ്. ആ സ്നേഹത്തിന്റെ പ്രതീകം. അപ്പൊ അവിടെയുള്ള എല്ലാ ഉപദേശങ്ങളും സ്നേഹാധിഷ്ഠിതമാണ്. സ്നേഹത്തിന്റെ അടിത്തറയിലല്ലാതെ ഒരു ഉപദേശങ്ങളുമില്ല. അപ്പൊ മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കൊടുക്കുന്ന എല്ലാ നിയമങ്ങളും, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ മേശ അവർക്ക് കണിയും കുടുക്കുമായി തീർന്നു. അപ്പൊ ആ മേശ എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തങ്ങളും അവർക്ക് കൊടുത്ത ഉപദേശങ്ങളും ഒക്കെയാ. ന്യായപ്രമാണം, കൽപ്പനകൾ, വാഗ്ദത്തങ്ങൾ, ഇതൊക്കെയാണ്. അതുകൊണ്ടൊക്കെ അവരുടെ മേശ നിറഞ്ഞിരുന്നു. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കുമായി തീർന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ രാജ്യത്തിൽ ഈ മേശ ഇതുപോലെയുള്ള പ്രമാണങ്ങൾ കൊണ്ട്, നീതിയുടെ പ്രമാണങ്ങൾ കൊണ്ട്, നിത്യജീവന്റെ വാഗ്ദത്തം കൊണ്ട് ഒക്കെ നിറഞ്ഞിരിക്കും. അപ്പൊ ആ പ്രമാണങ്ങൾ എങ്ങനെ നാം മറ്റുള്ളവരോട് പെരുമാറണം. നമ്മൾ പഴയ നിയമ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, ലേവ്യ പുസ്തകം, പുറപ്പാട് പുസ്തകത്തിലൊക്കെ ഇവർക്ക് കൊടുക്കുന്ന പ്രമാണങ്ങൾ, 10 കൽപ്പന നമ്മളൊന്ന് കാണുക. അവിടെ 2 ഭാഗമായി തിരിച്ചിട്ട് മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം, അടുത്ത ഭാഗം മനുഷ്യനോടുള്ള ബന്ധം. ഇത് രണ്ടും
കാണിക്കുന്നതാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവവുമായും മനുഷ്യനുമായും ഉള്ള ബന്ധത്തിലാണ് അവന്റെ ജീവിതം അത് ഐശ്വര്യപൂർണമായി തീരുന്നത്. ഇസ്രായേലിന് കൊടുത്ത ഈ 10 കൽപ്പനകൾ ഇത് വളരെ വ്യക്തമായി നമ്മളോട് കാണിക്കുക. ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ അനുസരിക്കണം, അവന്റെ വഴികളിൽ നടക്കണം. അതുപോലെ തന്നെ അവൻ തന്റെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം അവൻ തയ്യാറാകണം. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക എന്ന് ക്രിസ്തു പറഞ്ഞു. നോക്കുക, അപ്പൊ ഒരു ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുവാനും മനുഷ്യൻ തയ്യാറാണെങ്കിൽ അവിടെ ശത്രുത നിലനിൽക്കുകയില്ല. അത് സ്നേഹം ഉള്ളവർക്കേ, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ആ ശത്രുവിന്റെ തലമേലത് തീക്കനൽ കുന്നിക്കുമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവനൊരു കുറ്റബോധം, ഞാൻ എന്തിന് ഈ വ്യക്തിയോട് ശത്രുത പുലർത്തി അത് എന്നുള്ള ആ ഒരു കുറ്റബോധം ആ വ്യക്തിയിൽ ഉണ്ടാക്കും. അത് അവനൊരു മാനസാന്തരത്തിന്റെ അവസരം സൃഷ്ടിക്കും. ഇതേ രീതിയിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും സഹിഷ്ണുതയിലും പരസ്പര പൂരകങ്ങളായി ജീവിക്കുക, അതാണ് ആ നീതി വസിക്കുന്ന പുതിയ ആകാശ ഭൂമികളിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദൈവത്തിന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അപ്പൊ അതെ ദൈവത്തിന്റെ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും യെശയ്യാവിൽ തന്നെ പറയുന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടെ അത് നിങ്ങളുടെ മുമ്പിൽ പറയുക. അവൻ സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ഇത് യഹോവയല്ലോ പറഞ്ഞത്. നോക്കുക, മറ്റാരുമല്ല, യഹോവയാണ് ഇത് പറഞ്ഞത് എന്ന് പറയുവാനുള്ള അതിന്റെ അടിസ്ഥാനം, അതിന്റെ ബലം എന്ന് പറയുന്നത് യഹോവ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയാ. മനുഷ്യനെ ഇമാതിരി ഈ രീതിയിൽ ഒരു പരിശോധന നടത്തുകയും അവന് രക്ഷയുടെ ജീവന്റെ മാർഗം ലഭിക്കുവാനുള്ള ആ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തത് ദൈവമാണ്. അപ്പൊ ആ യഹോവയ്ക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുവാൻ സാധിക്കും. ഞാനാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയാണ് പറഞ്ഞത്, നിങ്ങളുടെ എല്ലാം കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും, ഇനി ദുഃഖവും മുറവിളിയും ഉണ്ടാകയില്ല എന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും, ഇനി ദുഃഖവും മുറവിളിയും ഉണ്ടാകയില്ല. അങ്ങനെ ഒരു രാജ്യം, അങ്ങനെ ഒരു അനുഭവം സൃഷ്ടിക്കുക എന്നുള്ള ദൈവരാജ്യത്തിന്റെ സ്ഥാപനം, അതിനുവേണ്ടിയാണ് അവൻ അവിടെ അധികാരമേൽക്കുന്നത്. അപ്പൊ ഈ ഒരു അനുഭവം നാം മനസ്സിലാക്കുക. അപ്പോൾ ക്രിസ്തു രാജാധിരാജാവായി ഈ ഭൂമിയുടെ ഭരണഭാരം കൈയേൽക്കുമ്പോൾ മനുഷ്യ വർഗത്തിന് ഈ ഭൂമിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ഇതാണ് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുള്ളത്, നമുക്ക് ബൈബിളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, വീണ്ടും ഇങ്ങനെയുള്ള ഈ ന്യായവിധിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് ഒക്കെ വളരെ അവ്യക്തമായ കാഴ്ചപ്പാടുകൾ, വികലമായ കാഴ്ചപ്പാടുകളാണ് മനുഷ്യൻ പുലർത്തുന്നത്. ആ ന്യായവിധിയുടെ സ്വഭാവം തീർച്ചയായും ഇതിനു മുമ്പ് സൂചിപ്പിച്ചു. അതൊരിക്കലും കേവലം ശിക്ഷ വിധിക്കുക എന്നുള്ളത് മാത്രമല്ല. ശിക്ഷ വിധിക്കുന്നത് ആർക്കാ? ആ ശിക്ഷ വിധിക്കുന്നത് അന്തിമമായ പരിശോധനയിൽ ഈ ദൈവത്തിന്റെ വചനം പാലിക്കുവാൻ, ആ സ്നേഹത്തിന്റെ നീതിയുടെ പ്രമാണം പാലിച്ച് നടക്കുവാൻ സാധിക്കാത്തവർക്കാ ശിക്ഷാവിധി വരുന്നത്. ആ ശിക്ഷാവിധിയുടെ സ്വഭാവം എന്താണെന്നാ നാം കാണേണ്ടത്. അത് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുമെന്നാണ് അവർ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്ന അവർ നിത്യനാശം എന്ന ശിക്ഷാവിധി. അപ്പൊ ശിക്ഷാവിധി നിത്യനാശമാണ്, അല്ലാതെ എന്നേക്കുമായി എവിടെയെങ്കിലും സംരക്ഷിക്കുകയല്ല, സൂക്ഷിക്കുകയല്ല. അപ്പൊ നാശം, നിത്യമായ നാശം. നാശം എന്തിൽ നിന്നാ? ജീവനിൽ നിന്നാ. അവന് ലഭിച്ചത് ജീവനാണ്. ആ ജീവൻ അവനിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ, ഇല്ലാതെയാകുമ്പോൾ അത് നിത്യമായ നാശമാണ്. ആദാമിനുണ്ടായ മരണവും ആദാമിന്റെ കടിപ്രദേശത്ത് നിന്നുണ്ടായ നമുക്കുണ്ടായ മരണവും, ആ മരണം അത് ഒരു നിത്യമായ മരണമല്ല. ഞാൻ ഇതിനിടയിൽ സൂചിപ്പിച്ചിരുന്നു, അതിനെ ഒന്നാമത്തെ മരണമെന്നാ പറയുന്നത്. കാരണം ആ മരണത്തിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട്. എന്നാൽ
ഇപ്രകാരം മോചനം പ്രാപിച്ച ജീവൻ പ്രാപിക്കാൻ വ്യക്തിപരമായി അവസരം കിട്ടുന്ന ഓരോരുത്തരും അവർക്ക് അവര് പരാജയപ്പെട്ടാൽ അതിന്റെ അവസാനം ഛേദനം അല്ലെങ്കിൽ നിത്യനാശം. ഇതിനെയാണ് നിത്യഛേദനമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ആ ഛേദനം എന്ന് പറഞ്ഞാൽ കട്ടിങ് ഓഫ്, എവർ ലാസ്റ്റിംഗ് കട്ടിങ് ഓഫ് എന്നാണ്. അത് എവിടെ നിന്നുമാണ്? ജീവനിൽ നിന്നുമാണ്. അപ്പൊ ഇതിനെ അനേകരും തെറ്റിദ്ധരിക്കുന്നത് ഈ ശിക്ഷ അത് നിത്യമായ ഒരു ദണ്ഡനത്തിന് വിടുമെന്നുള്ളതാണ്. അപ്രകാരം ഒരു അനുഭവം വേദപുസ്തകം പറയുന്നില്ല. ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ ഉൾപ്പെട്ട ഒരു കാര്യമല്ല അത് എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് വീണ്ടും പ്രിയമുള്ളവരെ, ഞാൻ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അത് ചിന്തിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ശക്തരാകണം. മാത്രമല്ല, അടുത്തതായി ഈ ന്യായവിധിയുടെ ചില സ്വഭാവങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അടുത്ത ദിവസം അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഇത് വ്യക്തമായി പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് വിശദമായി തന്നെ അതിൽ കൂടെ കടന്നു പോകുന്നത്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നാളെ കാണാം. അതിനുള്ള അവസരം ദൈവം നമുക്ക് നൽകും എന്നുള്ള പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ എൻ്റെ വാക്യങ്ങൾ ഞാൻ നിന്നും വിരമിക്കുന്നു.